ഹായ് ഹലോ ഫ്രണ്ട്സ്, വിഷുവൊക്കെ കഴിഞ്ഞില്ലേ? ഇന്ന് ഫ്രീ ടൈം ആയപ്പോൾ ഞങ്ങൾ പോകുന്നത് ബാണാസുര ഡാം കാണാനാട്ടോ. നല്ല അടിപൊളി വൈബാണേ അവിടെ പോയിട്ടുണ്ടെങ്കിൽ. കൽപ്പറ്റയിൽ നിന്നും വെറും 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്താണ് കേട്ടോ ബാണാസുര ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിലേക്ക് പോകുമ്പോൾ കാണാം ഇരു സ്ഥലത്തും ഫുള്ളും വയലും പാടങ്ങളും എല്ലാം കാണാം കേട്ടോ. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. പച്ച നിറഞ്ഞ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാട്ടോ. ഏകദേശം ഡാമിന്റെ അടുത്ത് ഇത് ഡാമിലേക്ക് പോകുന്ന പാലമാട്ടോ. ഇരു സ്ഥലത്തും കാണാം ഡാമിലെ വെള്ളം ഒലിച്ചു പോകുന്ന ചെറിയ തോടുകളും ഒക്കെ കാണാം കേട്ടോ. നമ്മള് കേരളക്കാരും വയനാട്ടുകാരും അല്ലാതെ ഒരുപാട് സഞ്ചാരികളാട്ടോ ഇവിടെ വരുന്നത്. വിദേശികളാണ് ഏറ്റവും കൂടുതൽ ഈ സ്ഥലത്ത് വരുന്നത്. ഡാം വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി റിസോർട്ടുകളാട്ടോ കാണാൻ നമുക്ക് സാധിക്കുക. ഒത്തിരി കാഴ്ചകളും ഒത്തിരി റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. തൊട്ട് മുന്നേ പോകുന്ന കാർ വണ്ടിയിലേക്ക് നമ്മളോട് തന്നെയാണ്. അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം കാറിലാണ്. കൊച്ചിനെയും കാറിലേക്കാക്കിയേ. അവർക്ക് വഴി അറിയില്ല എന്നാ പറഞ്ഞത്. പക്ഷെ പോകുന്നത് കണ്ടാൽ തീരെ അറിയില്ലെന്നാ തോന്നുക കേട്ടോ. ഫസ്റ്റ് അവരാണ് പോയത്. ബേക്കിൽ ഞങ്ങൾ വണ്ടിയും എടുത്ത് അങ്ങ് പോയിട്ടോ. റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ? ഇവിടെ നമുക്ക് അടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഡാമിന്റെ താഴെ കാണുന്ന കാഴ്ചകൾ കേട്ടോ ഈ കാണുന്നത്. ഡാം എത്തി. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഒരു വണ്ടിക്ക് 10 രൂപ വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ആരും പാർക്ക് ചെയ്യുമ്പോൾ വഴിയരികിലൊക്കെ വേഗം പാർക്ക് ചെയ്തിട്ട് പോവാറാണ് പതിവ്. ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് പാർക്കിംഗ് ഏരിയ അവർ ഒരുക്കിയിട്ടുണ്ടേ. റോഡിന്റെ ഇരു സൈഡിലായിട്ടും ഒത്തിരി കടകളാട്ടോ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്ത് സാധനം വേണമെന്ന് പർച്ചേസ് ചെയ്യാമേ. ഏറ്റവും കൂടുതൽ ഈ വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചോക്ലേറ്റും കാര്യങ്ങളും പിന്നെന്താ നമ്മുടെ വയനാടൻ സ്പെഷ്യലായിട്ട് ഐറ്റംസ് എല്ലാം ആണ് കേട്ടോ അവിടെ പ്രത്യേകിച്ചും കടകളിലുള്ളത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നടക്കാൻ നോക്കുവാണേ. നോക്കുമ്പോൾ ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമായിട്ട് പോവുകയല്ല, എന്താ ചെയ്യാന്നറിയില്ല. ഏകദേശം 4 മണിക്കാട്ടോ ഞങ്ങൾ ബാണാസുര ഡാമിലേക്ക് പോയത്. ഉച്ചയ്ക്കൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഡാമിലേക്ക് നമുക്ക് നിൽക്കാനാവില്ല. കാരണം ഒത്തിരി വെയിലും കാര്യങ്ങളായിരിക്കും. സെപ്പറേറ്റ് ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. എന്നാലും ചെറിയ മഴച്ചാറ്റലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ വന്നതാട്ടോ ഒരു നമുക്ക് ആയിട്ടുള്ള ട്രാവലർ പോലത്തെ ചെറിയ ചെറിയ വണ്ടികളുണ്ട് കേട്ടോ നമുക്ക് മലയുടെ മുകളിലേക്ക് എത്തിച്ചു തരാനുള്ളത്. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ മഴച്ചാറ്റിലും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതാ ആ ട്രാവലറിൽ കയറി കേട്ടോ. ആ വണ്ടി കയറുവേ. അത് 1 വേ 2 വേ ഉണ്ട്. 1 വേ ഒക്കെ ആണെങ്കിൽ വെറും 15 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. 2 വേ ആണെങ്കിൽ 25 രൂപയാണ് അവർ പറയുന്നത്. ഞങ്ങൾ 2 വേ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഡാമിലേക്ക് എത്തിയത്. ഇതാണ് ബാണാസുര സാഗർ ഡാം. വെള്ളം കുറച്ച് കുറവായിരുന്നു. വേനലായതുകൊണ്ടാ തോന്നുന്നു. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ടിനൊരു പ്രത്യേകതയുണ്ട്. വയനാട്ടിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ചതും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാം എന്ന പദവിയും ഈ ഡാമിനുണ്ട്. കക്കയം വൈദ്യുതി പദ്ധതിക്കും ജലസേചനത്തിനുമാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ബാണാസുര എന്ന പേര് എങ്ങനെ വന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാകും. ഹിന്ദു പുരാണങ്ങളിലെ ബാണാസുരൻ എന്ന അസുരന്റെ പേരിലുണ്ടായ മലയുടെ കീഴിൽ പണിത ഡാമായതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മളെ ചെമ്പ്ര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നാണ് ബാണാസുര ഹിൽ. ഞങ്ങൾ അവിടുത്തെ കാഴ്ച കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തെ കാഴ്ച കാണാനാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ നടക്കാനുള്ള വിശാലമായ പാതയും ഇരുവശങ്ങളിലായുള്ള ചെടികളും പിന്നെ അങ്ങിങ്ങായി ചെറിയ കൂടാരങ്ങളും ഇരിപ്പിടങ്ങളും കാണാം. ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന് എത്ര 200 300 എങ്ങാണ്ട് ചാർജ്. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിംഗ് ഒന്നും കയറിയില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഏട്ടനും അച്ഛനും നല്ല കൂട്ടായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണേ. വൈകുന്നേരം വന്നാലാട്ടോ നമുക്ക് നല്ലൊരു കാഴ്ച കാണാൻ സാധിക്കുക. കാരണം നല്ലൊരു കാറ്റും പിന്നെ ആ തണുപ്പും കോടയും എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ഇതിലൂടെ നടക്കാവേ. ഒത്തിരി അത്തിപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ചെമ്പകം പിന്നെ കുറേ ബുഷ്. ഇവിടുത്തെ വിനോദങ്ങൾ എന്ന് പറഞ്ഞത് റോപ്പ് വേ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഫിഷ് പെഡിക്യൂർ, എക്സിബിഷന്. ഇവിടെയൊക്കെ കയറാനായിട്ട് ചെറിയ ചെറിയ ചാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഊഞ്ഞാല. ഊഞ്ഞാല് കണ്ട എല്ലാവരും അവിടെ ആയിരിക്കും. ഊഞ്ഞാൽ ആടി രസിക്കാമല്ലോ. പുഷ് പോലത്തെ വാ ഊഞ്ഞാലാടാ. അവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ. ഐസ്ക്രീം ഒക്കെ ഉണ്ട് അവിടെ. അത് അത്തിപ്പഴായിട്ട് ഷോട്ട് എടുത്താട്ടെ. വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ ബാണാസുര ഡാം കാണാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി തൊട്ടിട്ട് രാത്രി 6 മണി വരെ കേട്ടോ ഇവിടെ നമുക്ക് പ്രവർത്തന സമയം വരുന്നത്.
അച്ഛനാണെങ്കിൽ ഭയങ്കര ധൃതിയാ പോവാന്ന്. പക്ഷെ അവിടെ ചെന്നാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനേ തോന്നൂല കേട്ടോ. അങ്ങനെ ഒരു നമുക്കൊരു വൈബാട്ടോ അവിടെ കിട്ടുന്നത്. മഴ വരുന്നുണ്ട് മതി. ആ ഭയങ്കര സന്തോഷം.